കാർഷിക മേഖലയിൽ നിരവധി മാതൃകാ പ്രവർത്തനത്തിലൂടെയും ഉപജീവന പ്രവർത്തനത്തിലൂടെയും പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുള്ള കൂട്ടായ്മയാണ് കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകൾ അഥവാ JLG. 2025-26 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിറപ്പൊലിമ പദ്ധതിയിലൂടെ മുൻവർഷത്തേക്കാൾ മികച്ച രീതിയിൽ JLG ഗ്രൂപ്പുകൾക്ക് ഓണത്തിനായുള്ള പൂക്കൃഷി നടത്തുവാൻ സാധിച്ചു. സംസ്ഥാന മിഷന്റെ നിർദ്ദേശപ്രകാരം കൊല്ലം ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഇക്കുറി ഓണത്തെ വരവേൽക്കാനായി പൂക്കൃഷിയിലേക്ക് ഇറങ്ങിയത് ജില്ലയിലെ 1786 കുടുംബശ്രീ വനിതകളാണ്. തികച്ചും വിഷരഹിതവും സുരക്ഷിതവുമായ പൂക്കൾ വിപണിയിലെത്തിക്കുക എന്ന ലക്ഷ്യം ഇക്കൊല്ലവും കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകൾക്ക് കൂടുതൽ ആവേശം പകർന്നു. ജില്ലയിലെ 69 CDSകളിൽ നിന്നുള്ള 435 JLG യൂണിറ്റുകളിൽ ആകെ 111.9 ഏക്കറിൽ കൃഷി ചെയ്തുകൊണ്ടാണ് കൊല്ലത്തിന്റെ മണ്ണിൽ വർണ്ണാഭമായ പൂക്കൾ വിരിഞ്ഞത്. ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ CDSകൾക്ക് കൃത്യമായ പ്രവർത്തന മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത്. ഓരോ CDSകളിലും ലഭ്യമായ തരിശു നിലങ്ങൾ, JLG കൃഷിസ്ഥലങ്ങൾ, പൊതുസ്ഥാപനങ്ങളുടെ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ വിപണിയുടെ സാധ്യത കൂടി പരിശോധിച്ചുകൊണ്ട് കൃഷി നടപ്പിലാക്കിയപ്പോൾ മികച്ച സ്വീകാര്യതയും വരുമാനം ലഭ്യമാക്കുന്നതിനുമായി JLG യൂണിറ്റുകളെ സഹായിച്ചു. ജൂൺ അവസാന വാരവും ജൂലൈ ആദ്യ വാരത്തിലുമായി ഇറക്കിയ കൃഷിയെ ഇത്തവണ പെയ്ത മഴ സാരമായി ബാധിച്ചെങ്കിലും യൂണിറ്റുകളുടെ കൃത്യമായ മേൽനോട്ടവും പരിപാലനവും കൃഷിക്ക് താങ്ങായി മാറി. ഗുണനിലവാരമുള്ള ചെണ്ടുമല്ലി തൈകൾ കുടുംബശ്രീ കാർഷിക നഴ്സറി ഗ്രൂപ്പുകളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചു വിതരണം നടത്തുന്നതിനായി ജില്ലാ മിഷൻ പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു. ഇതിനായി പ്ലാൻ നഴ്സറി യൂണിറ്റുകൾക്ക് റിവോൾവിംഗ് ഫണ്ടായി 25,000 രൂപ ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്റർ ഫണ്ടിൽ നിന്നും അനുവദിച്ചു നൽകിയിരുന്നു. ഇതിലൂടെ ജൈവിക പ്ലാൻ നഴ്സറി യൂണിറ്റുകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും സാധ്യമായി. ഓരോ CDSകൾക്കും ഏറ്റെടുക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ ചുമതലയുള്ള അഗ്രി കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺമാരുടെ നേതൃത്വത്തിൽ കണ്ടെത്തുകയും ആയതിലേക്ക് ആവശ്യമായ തൈകൾ കൃത്യമായി കണക്കാക്കിക്കൊണ്ട് CDS തലത്തിലുള്ള പ്രത്യേക ആക്ഷൻ പ്ലാൻ പ്രകാരമാണ് പ്രവർത്തനം നടപ്പിലാക്കിയിട്ടുള്ളത്. ധാരാളം വെളിച്ചവും നല്ല നീർവാഴ്ചയുമുള്ള മണ്ണ് തിരഞ്ഞെടുക്കുവാൻ ഓരോ CDSകളിൽ നിന്നുമുള്ള യൂണിറ്റുകാർ പ്രത്യേകം ശ്രദ്ധിച്ചു. മഞ്ഞ, ഓറഞ്ച്, കടുത്ത മഞ്ഞ, കടുത്ത ഓറഞ്ച് എന്നീ നിറത്തിലുള്ള സങ്കര ഇനം തൈകളാണ് കൃഷിക്കായി കാർഷിക നഴ്സറി യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതിനായി CDSകളിൽ കൃഷിവകുപ്പിന്റെയും തൊഴിലുറപ്പ് പദ്ധതിയുടെയും സംയോജന പ്രവർത്തനം കുടുംബശ്രീക്ക് കൂടുതൽ കരുത്തേകി. 435 സംഘകൃഷി ഗ്രൂപ്പുകളിൽ നിന്നായി 1786 വനിതകൾ വിളയിച്ച ഈ വർണ്ണവിസ്മയം 9842.5 കിലോ പൂക്കളാണ് ഓണത്തിനായി വിപണിയിലെത്തിച്ചത്. ജില്ലയിൽ മുൻവർഷങ്ങളിൽ കർഷകർ അഭിമുഖീകരിച്ച വിപണി എന്ന പ്രധാന വെല്ലുവിളി ഇക്കൊല്ലം കൃത്യമായ CDS തല ആസൂത്രണത്തിന്റെ ഭാഗമായി മറികടക്കുവാൻ സാധിച്ചു. CDSകളിൽ ഓണത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഓണം മാർക്കറ്റ്, ആഴ്ചച്ചന്തകൾ, കുടുംബശ്രീ കാർഷിക കിയോസ്കുകൾ എന്നിവിടങ്ങളിൽ ഇത്തവണയും സജീവമായി ചെണ്ടുമല്ലി പൂക്കളെത്തി.